നമസ്കാരം. ഈസി ഫിസിക്സ് ആൻഡ് മാത്തമാറ്റിക്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്കേവർക്കും സ്വാഗതം. കഴിഞ്ഞ 2 ക്ലാസ്സുകളിലായി നമ്മൾ ഡിസ്കസ് ചെയ്തത് ഓൾജിബ്രിക് എക്സ്പ്രഷൻ എങ്ങനെ ഫോം ചെയ്യണം എന്നുള്ളതായിരുന്നു. കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ അതിൻ്റെ കുറച്ച് എക്സസൈസ് പ്രോബ്ലംസും ചെയ്തു. എന്നാൽ ഇന്ന് നമ്മൾ അതിൻ്റെ ബാക്കിയുള്ള പ്രോബ്ലംസ് ആണ് ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റ് ബോക്സിൽ ഇടാവുന്നതാണ്. ഞങ്ങളുടെ ചാനൽ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുവാനും ഷെയർ ചെയ്യുവാനും മറക്കരുത്. താങ്ക് യു. Okay, next question ആണ്. The first picture is got by removing the small triangle formed by joining the midpoints of an equilateral triangle. The second picture is got by removing such a middle triangle from each of the red triangles of the first picture. This third picture shows the same thing done on the second. First one, how many red triangles are there in each picture? Second one, taking the area of the original uncut triangle as 1, compute the area of a small triangle in each picture. What is the third one? What is the total area of the red triangles in each picture? Fourth one, write the algebraic expression of these 3 sequences obtained by continuing this process. Okay. എന്താണ് ക്വസ്റ്റ്യൻ ചോദിച്ചേക്കുന്നത്? ഒരു ഇക്വലാറ്റർ ട്രയാങ്കിളിൻ്റെ മിഡ് പോയിൻറ്റ്സ് ജോയിൻ ചെയ്ത് ഒരു ട്രയാങ്കിൾ ഫോം ചെയ്തു. ആ ട്രയാങ്കിൾ ആ പിക്ചറിൽ നിന്ന് റിമൂവ് ചെയ്യുമ്പോൾ നമുക്ക് ഫസ്റ്റ് ഫിഗർ കിട്ടും. ഓക്കെ, സെക്കൻഡ് ഫിഗറിൽ ഇതേപോലെ കിട്ടി. നമുക്ക് 3 റെഡ് ട്രയാങ്കിൾസ് കിട്ടി. 1 2 3 3 റെഡ് ട്രയാങ്കിൾസ് കിട്ടി. ഈ റെഡ് ട്രയാങ്കിൾസിൻ്റെ മിഡ് പോയിൻറ്റ്സ് ജോയിൻ ചെയ്യുമ്പോൾ ഇക്വലാറ്റർ ട്രയാങ്കിൾ കിട്ടും. ആ ഇക്വലാറ്റർ ട്രയാങ്കിൾസ് റിമൂവ് ചെയ്യുമ്പോൾ നമുക്ക് സെക്കൻഡ് ഫിഗർ കിട്ടും. ഈ സെയിം പ്രോസസ്സ് വീണ്ടും കണ്ടിന്യൂ ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? തേർഡ് ഫിഗർ കിട്ടും. അങ്ങനെയെങ്കിൽ ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്താണ്? ഹൗ മെനി റെഡ് ട്രയാങ്കിൾസ് ആർ ദെയർ ഇൻ ഈച്ച് പിക്ചർ? ഓരോ പിക്ചറിലുമുള്ള റെഡ് ട്രയാങ്കിൾസിൻ്റെ എണ്ണമാണ് നമുക്ക് എഴുതേണ്ടത്. സെക്കൻഡ് വൺ, ടേക്കിംഗ് ദി ഏരിയ ഓഫ് ദി ഒറിജിനൽ അൺകട്ട് ട്രയാങ്കിൾസ്. നമ്മളൊരു ട്രയാങ്കിളിൻ്റെ മിഡ് പോയിൻറ്റ്സ് ജോയിൻ ചെയ്ത് കിട്ടുന്ന ട്രയാങ്കിൾ റിമൂവ് ചെയ്താണ് ഫസ്റ്റ് ഫിഗർ കിട്ടിയത്. അങ്ങനെയെങ്കിൽ കട്ട് ചെയ്യാത്ത ആ ട്രയാങ്കിളിൻ്റെ ആ ഇക്വലാറ്റർ ട്രയാങ്കിളിൻ്റെ ഏരിയ 1 ആയിട്ട് എടുക്കുമ്പോൾ ഇതിലുള്ള ഓരോ സ്മോൾ ട്രയാങ്കിൾസിൻ്റെയും ഏരിയ എന്താണെന്നാണ് ചോദിച്ചേക്കുന്നത്. തേർഡ് ക്വസ്റ്റ്യൻ എന്താണ്? വാട്ട് ഈസ് ദി ടോട്ടൽ ഏരിയ ഓഫ് ദി റെഡ് ട്രയാങ്കിൾ ഇൻ ഈച്ച് പിക്ചർ? ഓരോ പിക്ചറിലുമുള്ള റെഡ് ട്രയാങ്കിൾസിൻ്റെ ഏരിയയാണ് ചോദിച്ചേക്കുന്നത്. ഫോർത്ത് വൺ എന്താണ്? ഈ 3 സീക്വൻസിൻ്റെയും ഓൾജിബ്രിക് എക്സ്പ്രഷൻ ഫോം ചെയ്യാനാണ് പറഞ്ഞേക്കുന്നത്. അങ്ങനെയെങ്കിൽ നമുക്ക് ക്വസ്റ്റ്യൻ നോക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്താണ്? ഓരോ ഫിഗറിലുമുള്ള റെഡ് ട്രയാങ്കിൾസ് എത്രയാണെന്നാണ് ചോദിച്ചേക്കുന്നത്. ഒബ്വിയസ്ലി നമുക്കറിയാം ഇതിനകത്ത് എത്ര റെഡ് ട്രയാങ്കിൾസ് ഉണ്ട്. ഫസ്റ്റ് ഫിഗറിൽ 1 2 3 3 റെഡ് ട്രയാങ്കിൾസ് ഉണ്ട്. ഫസ്റ്റ് ഫിഗറിൽ എത്ര റെഡ് ട്രയാങ്കിൾസ് ഉണ്ട്? ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ഓരോ ഫിഗറിലുമുള്ള റെഡ് ട്രയാങ്കിൾസിൻ്റെ എണ്ണം എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. ഫസ്റ്റിൽ 3 റെഡ് ട്രയാങ്കിൾസ്. സെക്കൻഡ് വണ്ണിൽ എത്ര റെഡ് ട്രയാങ്കിൾസ് ഉണ്ട്? 1 2 3 4 5 6 7 8 9. സെക്കൻഡ് ഫിഗറിൽ എത്ര റെഡ് ട്രയാങ്കിൾസ് ഉണ്ട്? 9 റെഡ് ട്രയാങ്കിൾസ് ഉണ്ട്. അങ്ങനെയെങ്കിൽ തേർഡ് ഫിഗറിൽ എത്ര റെഡ് ട്രയാങ്കിൾസ് കാണും? 27 റെഡ് ട്രയാങ്കിൾസ് ഉണ്ട്. ഇതിങ്ങനെ പ്രോസസ്സായിട്ട് കണ്ടിന്യൂ ചെയ്തുകൊണ്ടേ ഇരിക്കും. സെക്കൻഡ് ക്വസ്റ്റ്യൻ എന്താണ് ചോദിച്ചേക്കുന്നത്? ടേക്കിംഗ് ദ ഏരിയ ഓഫ് ദി ഒറിജിനൽ അൺകട്ട് ട്രയാങ്കിൾ ആസ് 1. കട്ട് ചെയ്യാത്തൊരു ട്രയാങ്കിളിൻ്റെ ഏരിയ എന്തായിട്ട് എടുക്കുന്നു? 1 ആയിട്ട് എടുത്താൽ കമ്പ്യൂട്ട് ദി ഏരിയ ഓഫ് ദി സ്മോൾ ട്രയാങ്കിൾസ് ഇൻ ഈച്ച് പിക്ചർ. ഓരോ പിക്ചറിലുമുള്ള സ്മോൾ ട്രയാങ്കിളിൻ്റെ ഏരിയ കണ്ടുപിടിക്കുക. ഫസ്റ്റ് ഫിഗറിൽ എന്താണ്? ഈ 4 ഇക്വലാറ്റർ ട്രയാങ്കിളാണ്. 1 2 3 ഇവിടെ എത്ര ട്രയാങ്കിളുണ്ട്? 4 ട്രയാങ്കിളുണ്ട്. 4 ട്രയാങ്കിളിൻ്റെയും സൈസ് സെയിം ആണ്. അതുകൊണ്ട് നമുക്ക് എന്തെന്ന് എഴുതാം? ഇതിനകത്ത് ആകെ ടോട്ടൽ 4 പാർട്ടുണ്ട്. അങ്ങനെയെങ്കിൽ ഒരെണ്ണത്തിൻ്റെ ഏരിയ എന്തായിരിക്കും? നമുക്ക് ഓൾറെഡി അറിയാം, ഫ്രാക്ഷൻ ഫോമിലായിരിക്കും. 1/4 എന്ന് നമുക്ക് എഴുതാം. സെക്കൻഡ് ട്രയാങ്കിളിൽ എന്താണ്? സെക്കൻഡ് ട്രയാങ്കിൾ ഈ ഫിഗറിലുള്ള
സ്മാൾ ട്രയാങ്കിൾ, ഇതിനകത്തുള്ള സ്മാൾ ട്രയാങ്കിൾ ഏതാ? ഇതല്ലെങ്കിൽ ഇതായിരിക്കും. രണ്ട് റെഡ് അല്ലെങ്കിൽ വൈറ്റ് ആയിട്ടുള്ള സ്മാൾ ട്രയാങ്കിൾ. ഇതിനകത്ത് ലാർജ് ആയിട്ടുള്ള ഒരു ട്രയാങ്കിളുണ്ട്. ആ ട്രയാങ്കിളെ നമുക്ക് വീണ്ടും ഡിവൈഡ് ചെയ്യാം. അത് ഡിവൈഡ് ചെയ്യുമ്പോൾ എത്ര ആയിട്ട് കിട്ടും? 4 ഇക്വലാറ്ററൽ ട്രയാങ്കിളായിട്ട് കിട്ടും. അങ്ങനെയെങ്കിൽ അത് ടോട്ടൽ എത്ര ട്രയാങ്കിൾ ഉണ്ട്? ടോട്ടൽ എത്ര ട്രയാങ്കിൾസ് ഉണ്ട്? 16 ട്രയാങ്കിൾസ് ഉണ്ട്. അങ്ങനെയെങ്കിൽ അതിനകത്തുള്ള ഒരു ട്രയാങ്കിളിൻ്റെ ഏരിയ എന്തായിരിക്കും? 1/16 ആയിരിക്കും. ഓക്കെ. അങ്ങനെയെങ്കിൽ തേർഡ് ഫിഗർ നോക്കിയേ. തേർഡ് ഫിഗറിൽ എത്ര ട്രയാങ്കിൾസ് ഉണ്ട്? ഇതിനകത്തുള്ള സ്മാൾ ട്രയാങ്കിളിൻ്റെ ഏരിയയാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. ഈ ലാർജ് ട്രയാങ്കിളിനെ നമുക്ക് വീണ്ടും എത്ര ആയിട്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റും? 4 ആയിട്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റും. ഇതുപോലെ 3 ട്രയാങ്കിൾസ് ഉണ്ട്. ഇതിനെ വീണ്ടും 4 ആയിട്ട് ഡിവൈഡ് ചെയ്യാം. ഇതിനകത്ത് എത്ര ട്രയാങ്കിൾസ് ഉണ്ട്? 1 2 3 4. ഇതിനകത്ത് വീണ്ടും ലാർജ് ആയിട്ടുള്ള 4 ട്രയാങ്കിൾസ് കിട്ടി. ഈ ഓരോ ട്രയാങ്കിൾസിനെയും വീണ്ടും 4 ആയിട്ട് ഡിവൈഡ് ചെയ്യാം. അങ്ങനെയെങ്കിൽ നമുക്ക് ടോട്ടലായിട്ട് എത്ര ട്രയാങ്കിൾസ് കിട്ടും? ടോട്ടലായിട്ട് 64 ട്രയാങ്കിൾസ് കിട്ടും. അതിനകത്ത് ഒരു സ്മോൾ ട്രയാങ്കിളിൻ്റെ ഏരിയ എന്തായിരിക്കും? 1/64 എന്ന് കിട്ടും. ഇതിനകത്ത് എന്താ ചോദിച്ചേക്കുന്നത്? കട്ട് ചെയ്യാത്ത ഒറിജിനൽ ആയിട്ടുള്ളൊരു ട്രയാങ്കിളിൻ്റെ ഏരിയ എന്തായിട്ട് എടുക്കുന്നു? ഒറിജിനൽ ആയിട്ടുള്ള ട്രയാങ്കിളിൻ്റെ ഏരിയ 1 എന്നെടുത്താൽ ഇതിലുള്ള ഒരു സ്മോൾ ട്രയാങ്കിളിൻ്റെ ഏരിയ എത്ര ആണെന്നാണ് കണ്ടുപിടിച്ചത്. ഫസ്റ്റ് ഫിഗറിലുള്ള ഏരിയ എന്ന് പറയുന്നത് 1/4 ആയിരിക്കും സ്മോൾ ട്രയാങ്കിളിൻ്റെ ഏരിയ. അടുത്തതിനകത്ത് 1/16, തേർഡ് വണ്ണിനകത്ത് 1/64. ഇതിങ്ങനെ കണ്ടിന്യൂ ചെയ്തുകൊണ്ടേ ഇരിക്കും. ഓക്കെ. തേർഡ് ക്വസ്റ്റ്യൻ എന്താണ് ചോദിച്ചേക്കുന്നത്? വാട്ട് ഈസ് ദി ടോട്ടൽ ഏരിയ ഓഫ് ദി റെഡ് ട്രയാങ്കിൾസ് ഇൻ ഈച്ച് ഫിഗർ? ഓരോ ഫിഗറിലുമുള്ള റെഡ് ട്രയാങ്കിൾസിൻ്റെ ടോട്ടൽ ഏരിയയാണ് ചോദിച്ചേക്കുന്നത്. ഫസ്റ്റ് ഫിഗർ നോക്കാം. ഫസ്റ്റ് ഫിഗറിൽ ടോട്ടലായിട്ട് എത്ര ട്രയാങ്കിൾസ് ഉണ്ട്? 4 ട്രയാങ്കിൾസ് ഉണ്ട്. ഓക്കെ. ഇതിനകത്ത് എത്ര റെഡ് ട്രയാങ്കിൾസ് ഉണ്ട്? 1 2 3. അങ്ങനെയെങ്കിൽ റെഡ് ട്രയാങ്കിൾസിൻ്റെ ടോട്ടൽ ഏരിയ എത്രയായിരിക്കും? 3/4. സെക്കൻഡ് ട്രയാങ്കിൾ നോക്കിയേ. സെക്കൻഡ് ഫിഗറിൽ ടോട്ടലായിട്ട് എത്ര ട്രയാങ്കിൾ ഉണ്ടെന്ന് നമുക്കറിയാം. നേരത്തെ കണ്ടുപിടിച്ചു. 16 ട്രയാങ്കിൾസ് ഉണ്ട്. അതിനകത്ത് എത്ര റെഡ് ട്രയാങ്കിൾസ് ഉണ്ട്? 1 2 3 4 5 6 7 8 9 ട്രയാങ്കിൾസ്. അങ്ങനെയെങ്കിൽ ടോട്ടൽ ഏരിയ ഓഫ് റെഡ് ട്രയാങ്കിൾസ് സെക്കൻഡ് ഫിഗറിൽ എന്തായിരിക്കും? 9/16 ആയിരിക്കും. തേർഡ് ഫിഗറിൽ എന്തായിരിക്കും? തേർഡ് ഫിഗറിൽ ടോട്ടലായിട്ട് എത്ര ട്രയാങ്കിൾസ് ഉണ്ട്? 64 ട്രയാങ്കിൾസ് ഉണ്ട്. അതിനകത്ത് ഒരു സ്മോൾ ട്രയാങ്കിളിൻ്റെ ഏരിയ നമ്മൾ തൊട്ട് മുന്നേ പറഞ്ഞു 1/64 ആയിരിക്കും. അങ്ങനെയെങ്കിൽ റെഡ് ട്രയാങ്കിൾസിൻ്റെ ടോട്ടൽ ഏരിയ എന്ന് പറയുന്നത് എത്ര റെഡ് ട്രയാങ്കിൾസ് ഉണ്ട്? ഇതിനകത്ത് 27 റെഡ് ട്രയാങ്കിൾസ് ഉണ്ട്. അങ്ങനെയെങ്കിൽ റെഡ് ട്രയാങ്കിൾസിൻ്റെ ടോട്ടൽ ഏരിയ എന്ന് പറയുന്നത് 27/64 ആയിരിക്കും. ഈ സീക്വൻസ് ഇതുപോലെ കണ്ടിന്യൂ ചെയ്യും. ഇതിനകത്ത് ചോദിച്ചേക്കുന്ന 3 കാര്യങ്ങളായിരുന്നു. ഈ ഫിഗറിനകത്ത് എത്ര റെഡ് ട്രയാങ്കിൾസ് ഉണ്ടെന്ന് ചോദിച്ചു. അത് നമ്മൾ ഫസ്റ്റ് ഫിഗറിൽ 3 റെഡ് ട്രയാങ്കിൾസ്, സെക്കൻഡ് ഫിഗറിൽ 9 റെഡ് ട്രയാങ്കിൾസ്, തേർഡ് ഫിഗറിൽ 27 റെഡ് ട്രയാങ്കിൾസ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, സെക്കൻഡ് ക്വസ്റ്റ്യൻ എന്തായിരുന്നു? ടേക്കിംഗ് ദ ഏരിയ ഓഫ് ഒറിജിനൽ അൺകട്ട് ട്രയാങ്കിൾസ്. ഒരു ട്രയാങ്കിളിൻ്റെ ഏരിയ 1 ആയിട്ട് എടുത്താൽ അതിനകത്തുള്ള ഓരോ ഫിഗറിലുമുള്ള സ്മോൾ ട്രയാങ്കിൾസിൻ്റെ ഒരു സ്മോൾ ട്രയാങ്കിളിൻ്റെ ഏരിയ എന്താണെന്നാണ് കണ്ടുപിടിക്കേണ്ടത്. അത് നമ്മൾ കണ്ടുപിടിച്ചു. 1/4, 1/16, 1/64. ഈ 4ഉം 16ഉം 64ഉം ഓരോ ഫിഗറിലുമുള്ള ടോട്ടൽ സ്മോൾ ട്രയാങ്കിൾസ് ആണ്. തേർഡ് ക്വസ്റ്റ്യൻ എന്താണ് പറഞ്ഞിരിക്കുന്നത്? ഓരോ ഫിഗറിലുമുള്ള ഫസ്റ്റ് ഫിഗറിലും സെക്കൻഡ് ഫിഗറിലും തേർഡ് ഫിഗറിലുമുള്ള ടോട്ടൽ റെഡ് ട്രയാങ്കിൾസിൻ്റെ ഏരിയ കണ്ടുപിടിക്കാനാണ്. ഫസ്റ്റ് ഫിഗറിൽ 3/4 ആണ് റെഡ് ട്രയാങ്കിളിൻ്റെ ഏരിയ. സെക്കൻഡ് ഫിഗറിൽ 9/16, തേർഡ് ഫിഗറിൽ 27/64. ഒരു പ്രോബ്ലം കൂടെ നമുക്കുണ്ട്. അടുത്ത പ്രോബ്ലം എന്താണെന്ന് ചോദിച്ചത്? റൈറ്റ് ദി ഓൾജിബ്രിക് എക്സ്പ്രഷൻ ഫോർ ദീസ് സീക്വൻസ് ഓഫ് ദീസ് 3 സീക്വൻസ് ഒബ്റ്റൈൻഡ് ബൈ കണ്ടിന്യൂയിങ് ദിസ് പ്രോസസ്സ്. ഈ പ്രോസസ്സ് കണ്ടിന്യൂ ചെയ്യുമ്പോൾ നമുക്ക് 3 സീക്വൻസ് കിട്ടി. ആ സീക്വൻസിൻ്റെ ഓൾജിബ്രിക് എക്സ്പ്രഷൻ ഫോം ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. ഫസ്റ്റ് ഫിഗറിൽ ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്തായിരുന്നു? ടോട്ടലായിട്ടുള്ള റെഡ് ട്രയാങ്കിൾസിൻ്റെ എണ്ണമാണ്. അത് നമുക്ക് എന്തെന്ന് കിട്ടി?
3927 എന്ന് കിട്ടി. ഇതിൻ്റെ ഓൾജിബ്രിക് എക്സ്പ്രഷനാണ് നമുക്ക് എഴുതേണ്ടത്. ഈ 3927 എന്നുള്ള നമ്പേഴ്സിൻ്റെ പ്രത്യേകത എന്താണ്? 3 എന്ന് പറഞ്ഞാൽ നമുക്ക് 3⁻1, 9 എന്ന് പറയുന്നത് 3യുടെ സ്ക്വയറാണ്, 27 എന്ന് പറയുന്നത് എന്താണ്? 3യുടെ ക്യൂബാണ്. അങ്ങനെയെങ്കിൽ ഇതൊരു സീക്വൻസ് അല്ലേ? ഇതിന് നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റും? ഫസ്റ്റ് നമ്പർ എന്ന് പറയുന്നത്, ഫസ്റ്റ് നമ്പർ കിട്ടുന്നത് എങ്ങനെയാണ്? 3⁻1. സെക്കൻഡ് നമ്പർ എന്താണ്? 3⁻2. തേർഡ് നമ്പർ എന്താണ്? 3⁻3. അങ്ങനെയെങ്കിൽ നമുക്ക് ഇതിനെ എന്താണെന്ന് എഴുതാൻ പറ്റും? 3n എന്നുള്ള ഫോമിൽ എഴുതിക്കൂടെ? എന്നിൻ്റെ വാല്യൂസ്, എന്നിന് 1 എന്ന് വാല്യൂ കൊടുക്കുമ്പോൾ ഫസ്റ്റ് നമ്പർ കിട്ടും, എന്നിന് 2 എന്ന് വാല്യൂ കൊടുക്കുമ്പോൾ സെക്കൻഡ് നമ്പറായ 9 കിട്ടും, എന്നിന് 3 എന്ന് കൊടുക്കുമ്പോൾ തേർഡ് നമ്പറായ 27 കിട്ടും. അങ്ങനെയെങ്കിൽ 3927 എന്ന് പറയുന്ന സീക്വൻസിൻ്റെ ഓൾജിബ്രിക് എക്സ്പ്രഷൻ നമുക്ക് എന്തെന്ന് എഴുതാൻ പറ്റും? xn = 3n എന്ന് എഴുതാം. n = 1, 2, 3 etc. സെക്കൻഡിനകത്ത് എന്താണ് ചോദിച്ചേക്കുന്നത്? ആ ഒരു ട്രയാങ്കിളിൻ്റെ, കട്ട് ചെയ്യാത്തൊരു ട്രയാങ്കിളിൻ്റെ ഏരിയ 1 എന്ന് പറഞ്ഞാൽ അതിലുള്ള ട്രയാങ്കിൾസിൻ്റെ, സ്മോൾ ട്രയാങ്കിൾസിൻ്റെ ഏരിയാസ് കണ്ടുപിടിക്കാനായിരുന്നു ചോദിച്ചിരുന്നത്. അതിൻ്റെ സീക്വൻസ് നമുക്ക് എന്തെന്ന് കിട്ടിയിരുന്നു? 1/4, 1/16, 1/64 എന്ന് കിട്ടിയിരുന്നു. നമുക്കിതിനകത്ത് 4, 16, 64 അതെന്താണത്? എക്സെട്ര. ഇതിന് നമുക്ക് എന്തെന്ന് എഴുതാൻ പറ്റും? 4 എന്ന് പറയുന്നത് എന്താ? തൊട്ട് മുന്നേ നമ്മൾ ചെയ്തതുപോലെ 16 എന്ന് പറയുന്നത് എന്താണ്? 4ൻ്റെ സ്ക്വയറാണ്. 64 എന്ന് പറയുന്നത് എന്താണ്? 4ൻ്റെ ക്യൂബാണ്. അങ്ങനെയെങ്കിൽ നമുക്കിതിനെ എന്തെന്ന് എഴുതാൻ പറ്റും? 4⁻1, 4 സ്ക്വയർ, 4 ക്യൂബ് എക്സെട്ര. ഓക്കെ, അങ്ങനെയെങ്കിൽ നമുക്ക് നമ്മുടെ സീക്വൻസ് എന്താണ്? 1/4, 1/16, 1/64 ആണ്. ഇതിൽ നമുക്ക് കോമൺ ആയിട്ടുള്ള ഫാക്ടർ ഏതാണ്? അങ്ങനെയെങ്കിൽ നമുക്കിതിൻ്റെ ഓൾജിബ്രിക് എക്സ്പ്രഷൻ എന്തെന്ന് എഴുതാൻ പറ്റും? ഇതിനകത്ത് കോമൺ ആയിട്ടുള്ള ഫാക്ടർ ഏതാ? ന്യൂമറേറ്റർ എല്ലാത്തിനകത്തും സെയിം ആണ്. അങ്ങനെയെങ്കിൽ നമുക്ക് 1/, അതേപോലെ എഴുതി. കോമൺ ആയിട്ട് 1 ന്യൂമറേറ്റർ ഉണ്ട്, അതുകൊണ്ട് 1/, എന്ന് എഴുതി. നെക്സ്റ്റ് എന്താണ്? എല്ലാം 4ൻ്റെ പവേഴ്സാണ്. 4⁻1, 4 സ്ക്വയർ, 4 ക്യൂബ്. അങ്ങനെയെങ്കിൽ നമുക്ക് തൊട്ട് മുന്നേ എഴുതിയതുപോലെ എന്തെന്ന് എഴുതാം? 4⁻n എന്ന് എഴുതിക്കൂടെ? n എന്ന് പറയുന്നത് എന്താണ്? n = 1, 2, 3 എക്സെട്ര. ഫസ്റ്റ് പൊസിഷനുള്ള നമ്പറിന് 1 കൊടുക്കുമ്പോൾ ഫസ്റ്റ് നമ്പർ കിട്ടും. സെക്കൻഡ് നമ്പർ കിട്ടണമെങ്കിൽ n-ന് 2 ഇട്ട് കൊടുക്കുന്നു. തേർഡ് നമ്പർ n-ന് 3 ഇട്ട് കൊടുക്കുമ്പോൾ 1/64 എന്ന് കിട്ടും. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്തായിരുന്നു? ഓരോ ഫിഗറിലുമുള്ള റെഡ് ട്രയാങ്കിൾസിൻ്റെ ഏരിയ കണ്ടുപിടിക്കാനാണ് എഴുതിയത്. ഓരോ റെഡ് ട്രയാങ്കിൾസിൻ്റെ ഏരിയ 3/4, 9/16, 27/64 എന്ന് കിട്ടി. ഇതിൻ്റെ ഓൾജിബ്രിക് എക്സ്പ്രഷനാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. ഇത് വളരെ സിമ്പിളാണ്. എന്തുകൊണ്ടാണ്? ഫസ്റ്റ് 3924 ന്യൂമറേറ്ററിൽ എന്താണ്? 3927. ഡിനോമിനേറ്ററിൽ എന്താണ്? 4, 16, 64. സിമ്പിൾ അല്ലേ? 4927ൻ്റെ ഓൾജിബ്രിക് എക്സ്പ്രഷൻ നമ്മളിവിടെ ഓൾറെഡി എഴുതി വെച്ചിട്ടുണ്ട്. എന്താണ്? 3⁻n എന്നുള്ളത്. 4, 16, 64ൻ്റെ ഓൾജിബ്രിക് എക്സ്പ്രഷൻ നമ്മൾ ഇവിടെ എഴുതിയിട്ടുണ്ട്. എന്താണ്? 1/4n. അതായത് അതായത് 4⁻n എന്ന് എഴുതാം. അങ്ങനെയെങ്കിൽ 3/4, 9/16, 27/64 എന്ന് പറയുന്ന ഓൾജിബ്രിക് എക്സ്പ്രഷൻ്റെ, അരിത്തമാറ്റിക് സീക്വൻസിൻ്റെ ഓൾജിബ്രിക് എക്സ്പ്രഷൻ നമുക്ക് എന്തെന്ന് എഴുതാൻ പറ്റും? എങ്ങനെ എഴുതാം? xn = ഓൾജിബ്രിക് എക്സ്പ്രഷൻ എങ്ങനെ എഴുതാം? xn = ന്യൂമറേറ്ററിൻ്റെ ഓൾജിബ്രിക് എക്സ്പ്രഷൻ എന്താ? 3⁻n. ഡിനോമിനേറ്ററിൻ്റെ ഓൾജിബ്രിക് എക്സ്പ്രഷൻ എന്താ?
4n. നമുക്കിതിനെ കോമൺ ആയിട്ട് എന്ത് എഴുതാം? 3n/4n. n ഈക്വൽ ടു n എന്താണ്? n ഈക്വൽ ടു 1, 2, 3 എക്സെട്ര. ഓക്കെ, നമ്മുടെ ക്വസ്റ്റ്യൻ എന്തായിരുന്നു? ഒരു ട്രയാങ്കിൾ തന്നിട്ടുണ്ട്. ആ ട്രയാങ്കിളിനെ 4 അതിൻ്റെ മിഡ് പോയിൻറ്റ്സിൽ നിന്നും കട്ട് ചെയ്ത് വേറെ 4 ട്രയാങ്കിൾസ് ആക്കുന്നു. വീണ്ടും അതിൻ്റെ മിഡ് പോയിൻറ്റ്സിൽ നിന്നും വേറെ ഇക്വലാറ്ററൽ ട്രയാങ്കിൾസ് കട്ട് ചെയ്യുമ്പോൾ നമുക്ക് സെക്കൻഡ് ഫിഗറും തേർഡ് ഫിഗറും കിട്ടും. ഈ സെയിം പ്രോസസ്സ് കണ്ടിന്യൂ ചെയ്യുമ്പോൾ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഓരോ ഫിഗറിലുമുള്ള റെഡ് ട്രയാങ്കിൾസിൻ്റെ സീക്വൻസ് എഴുതുക. സെക്കൻഡ് ക്വസ്റ്റ്യൻ ഒറിജിനൽ ട്രയാങ്കിളിൻ്റെ ഏരിയ എന്തായിട്ട് എടുക്കുന്നു? ഒറിജിനൽ ട്രയാങ്കിളിൻ്റെ ഏരിയ 1 ആയിട്ട് എടുത്താൽ ഫസ്റ്റ് ഫിഗറിൻ്റെയും സെക്കൻഡ് ഫിഗറിൻ്റെയും തേർഡ് ഫിഗറിലെയുമുള്ള സ്മോൾ ട്രയാങ്കിൾസിൻ്റെ ഏരിയാസ് എഴുതാനായിരുന്നു. തേർഡ് ക്വസ്റ്റ്യൻ എന്തായിരുന്നു? റെഡ് ട്രയാങ്കിൾസിൻ്റെ ഓരോ ഫിഗറിലുമുള്ള റെഡ് ട്രയാങ്കിൾസിൻ്റെ ടോട്ടൽ ഏരിയ സീക്വൻസ് ആയിട്ട് എഴുതുക. ഫോർത്ത് ക്വസ്റ്റ്യൻ ഈ 3 സീക്വൻസിൻ്റെയും ഓൾജിബ്രിക് എക്സ്പ്രഷൻ ഫോം ചെയ്യാനായിരുന്നു. ഫസ്റ്റ് ക്വസ്റ്റ്യൻ നമ്മൾ എഴുതി. ഫസ്റ്റ് ക്വസ്റ്റ്യനകത്ത് 3 സീക്വൻസ് നമ്മൾ കണ്ടുപിടിച്ചു. ഫസ്റ്റ് ക്വസ്റ്റ്യനും സെക്കൻഡ് ക്വസ്റ്റ്യനും തേർഡ് ക്വസ്റ്റ്യനും 3 സീക്വൻസും കണ്ടുപിടിച്ചു. നെക്സ്റ്റ് ഫോർത്ത് വൺ ഓരോ സീക്വൻസിൻ്റെയും ഓൾജിബ്രിക് എക്സ്പ്രഷൻ നമ്മൾ കണ്ടുപിടിച്ചു. അങ്ങനെയെങ്കിൽ ഇന്നത്തെ പോർഷൻ നമ്മൾ കംപ്ലീറ്റ് ചെയ്തു. നാളെ നമുക്ക് പുതിയൊരു പോർഷനുമായി കാണാം. ഈ ചാനൽ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുവാനും ഷെയർ ചെയ്യുവാനും നിങ്ങൾ മറക്കരുത്. താങ്ക് യു.